ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ബുക്ക് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ കഴിയാറായി. അപ്പോൾ ഞാനിത് കുറച്ചായി ഈ ബുക്ക് വായിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു ഈ ചാനലിൽ ക്രിയേറ്റീവായിട്ട് എന്തെടുക്കണം എന്നൊന്നും എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് തന്നെ അങ്ങ് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ബുക്ക് വേറൊന്നുമല്ല, ഇക്കിഗായ് എന്ന് പറയുന്ന നമ്മുടെ ജാപ്പനീസ് സീക്രട്സ് ടു ലോങ് ലൈഫ് ഷെയർ ചെയ്യുന്ന ഒരു ബുക്കാണ്. ഇത് ഞാൻ കുറേ ആയി വായിച്ചിട്ട് ആക്ച്വലി. അപ്പം ഐ ഹോപ്പ് നിങ്ങൾക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു ബുക്കാണ്. ഒരു 13 വയസ്സൊക്കെ ഒരു ടീനേജ് ഇയറൊക്കെ തൊട്ട് നമുക്ക് വായിക്കാൻ പറ്റിയൊരു ബുക്കാണ്. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ദ ലൈഫ് ഓൾസോ. അതാണ് എൻ്റെ ഒരു മെയിൻ ഒരു കാര്യം. ഞാനിത് വായിച്ചത് എത്രയാണ്, ഒരു 13 ഒരു ഞാനൊരു 9th 10th ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെയാണ്, കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബുക്കും കൂടിയാണ്. അപ്പം ഇതൊരു ചെറിയ റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒത്തിരി ഒന്നും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ എൻ്റെ ഓതർ ആരാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഹെക്ടർ ഗാർസിയ ആൻഡ് ഫ്രാൻസിസ്ക് മിറാലസ് ആണ് ഈ ബുക്കിൻ്റെ ഓതേഴ്സ് ആൻഡ് ഇലസ്ട്രേഷൻസ്. അപ്പോൾ ആക്ച്വലി ബുക്കിന് 2 പാർട്സ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. ഇതാണ് ഇക്കിഗായിൻ്റെ ഫസ്റ്റ് പാർട്ട്. എനിക്ക് ആക്ച്വലി ഒരു അബദ്ധം പറ്റിയിട്ടായിരുന്നു ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചത്. ഞാൻ ആക്ച്വലി ഇത് 2ാമതാണ് വായിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനായിട്ട് എൻ്റെ ഫസ്റ്റ് പാർട്ടാണെന്ന് പറഞ്ഞ് വാങ്ങിച്ച ബുക്കാണിത്. ഇത് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ വാങ്ങുക. അതിനെപ്പോലെ ആരും അബദ്ധം പറ്റാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇത് ആക്ച്വലി ബുക്ക് മാറിപ്പോയെന്ന് പറഞ്ഞ് കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിന് ഭയങ്കര നോവലൊന്നും അല്ലല്ലോ, എപ്പിസോഡൊന്നും പോലെയല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്താണ് ഇക്കിഗായ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാണ് ഉള്ളത്. ഇത് കുറച്ചും കൂടി അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഗൈഡ് എന്നൊക്കെ പറഞ്ഞൊരു വർക്ക് ബുക്കാണ്. അത് ഞാൻ പറയാമെല്ലാം വഴി. ബുക്കിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്. എല്ലാം എനിക്ക് ഈ ചെറിയ സമയത്ത് ഉൾക്കൊള്ളിക്കാനാവും എന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു ചെയ്യാം. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ആക്ച്വലി ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അതിൻ്റേതായ ചെറിയ ടെൻഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബുക്കിൻ്റെ ഒരു റിവ്യൂ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. സോ ഞാനിത് ചെയ്യുന്നതായിരിക്കും. എനിക്കിഷ്ടമാണ് ബുക്ക് റിവ്യൂസൊക്കെ ചെയ്യാൻ. പിന്നെ കുറച്ച് ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല ഇങ്ങനെ ചെയ്ത് പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസൊക്കെ, ഒരുപാടല്ല എന്നാലും. അപ്പം അത് ഈ ബുക്ക് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു ബുക്കാണ്, അതാണ് പറഞ്ഞത്. ഓക്കെ, കമ്മിങ് ടു അവർ ദിസ് ബുക്ക്. ഈ ബുക്കിൻ്റെ റേറ്റ് 599 ആണ്. ഏകദേശം 600 rupees വില വരുന്ന ഒരു ബുക്കാണ്. പക്ഷെ ഞാൻ പറയാലോ, വിലയുടെ ഒരു വർത്താണിത്. യെസ്, ഐ ക്യാൻ ട്രൂലി സേ ഇറ്റ് ഈസ് വർത്ത് റീഡിങ് ദിസ് ബുക്ക്, ബൈങ് ദിസ് ബുക്ക്. ആൻഡ് ഇഫ് യു ഹാവ് ടൈം ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഇന്ന് തന്നെ വേണമെന്നില്ല, ഇഫ് യു ഹാവ് ടൈം ഇന്ന് തന്നെ ഒരു ബുക്ക് സ്റ്റോറിൽ പോയിട്ട് പറ്റുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുക്ക് നിങ്ങൾ ഈ ഒരു ബുക്ക് തന്നെ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കി. ഇതാണ് എൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഐ എം ഷുവർ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു ഫസ്റ്റ് 5 pages ഒക്കെ വായിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി പിന്നെ പല ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് വേരി ചെയ്യും കേട്ടോ. ഇത് കുറച്ചും കൂടി ഒരു ലൈഫ് ഹെൽപ്പിംഗ്, ലൈഫ് സപ്പോർട്ടിങ്, നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ബുക്കും കൂടിയാണ്. ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ കൂടിയാണ് ഇത്. ഈ ബുക്കിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്. ഇവിടെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ ഇത് പറയുന്നുണ്ട്. ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. ഞാനും ഈ ബുക്ക് ആദ്യം ഇങ്ങനെ ഇൻ്റർനെറ്റിലൊക്കെ ഇങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. ഞാനിത് ആദ്യം ഇതിനെപ്പറ്റി അറിയുന്നത് കുറച്ചൊരു അബ്രോഡല്ല, നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരു ചാനലിൽ നിന്നാണ്, ഒരു ബുക്ക് റിവ്യൂവിൻ്റെ ചാനൽ. റാണ്ടമായിട്ട് ഞാൻ ബുക്ക് റിവ്യൂന്ന് സെർച്ച് ചെയ്തു. പണ്ട് എനിക്ക് അങ്ങനത്തെയുള്ള കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു ബുക്കിനെ പറ്റി കണ്ടു. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഓർത്തു, ഇത് വലിയ രസമൊന്നും കാണില്ല, ഭയങ്കര അസ്തെറ്റിക് അല്ലെങ്കിൽ ഭയങ്കര ഫുൾ മോങ്സിൻ്റെ ഒക്കെ ഒരിതാണ്, അല്ലെങ്കിൽ വെറുതെ
സ്പിരിച്വലായിട്ട് കുറേ കാര്യങ്ങളായിരിക്കും, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഐ വാസ് റോങ്. ഇത് ഇത്രയും നല്ല ബുക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ആൻഡ് ഇതിൽ നിങ്ങൾ ഈ ഒരു സമ്മറി ഇതിൽ വായിച്ചു നോക്കണം. ഇതിൻ്റെ ഒരു റിവ്യൂ മൊത്തം ഇതിലാണുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അതിൻ്റെ ഒരു സമ്മറി. The people of Japan believe that everyone has an ikigai, a reason to jump out of bed each morning. ഈ ഒരു ഇത് വായിക്കുമ്പോൾ തന്നെ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദിസ് ബുക്ക്. അതായത് നമ്മുടെ ആ ഒരു ഇത് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻസിൻ്റെ കൾച്ചറായിട്ട് എൻറ്റയർലി വേറെയ്ഡ് ആവുന്നൊന്നും ഞാൻ പറയില്ല. ഇന്ത്യൻസും മേ ബി ബുക്ക് വായിച്ചിട്ട് തന്നെ ഇൻസ്പയർ ആയ ഒരുപാട് പേര് കാണും, ഇല്ലെങ്കിൽ ബുക്ക് വായിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഈ ബുക്കിൻ്റെ തന്നെ മെയിൻ ഉദ്ദേശം, നമ്മൾ ഒരു സർട്ടൻ ഏജ് എത്തിക്കഴിഞ്ഞ് നമ്മൾ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിലേക്ക് പോകാതെ നമ്മൾ ലൈഫിൽ തന്നെ നല്ല ആക്റ്റീവായിട്ട് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എങ്ങനെ ലോഞ്ചിവിറ്റിയിലേക്ക് എത്താമെന്നാണ്. വേറൊരു സെൻറ്റൻസ് കൂടി എനിക്കത് ഇഷ്ടപ്പെട്ടു, ജസ്റ്റ് വായിക്കാം. ബ്രിങ് മീനിങ് ആൻഡ് ജോയ് ടു എവറി ഡേ വിത്ത് ഇക്കിഗായി. അപ്പം നല്ലൊരു പോസിറ്റിവിറ്റി ഉള്ളൊരു ബുക്കാണ്. ഓക്കെ, ഞാനിത് ആദ്യമേ വായിച്ചൊരു ബുക്ക്, കുറേ നാളിപ്പോൾ ഇത് വായിച്ചിട്ട് പിന്നെയും നമുക്ക് വായിക്കാം. ആക്ച്വലി ഇപ്പോൾ നമ്മൾ സ്റ്റോറിയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ കഥ അറിയാം, പിന്നെ വായിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതങ്ങനെ ബുക്കല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ദ മോർ വി റീഡ് ദിസ്, ദ മോർ തിങ്സ് സ്റ്റക്ക് ടു അവർ ബ്രെയിൻ, ദ മോർ വി ഇൻകൾക്കേറ്റ് ദീസ് ഹാബിറ്റ്സ് ടു അവർ ഡെയിലി ലൈഫ്. അപ്പം ഈ ഒരു ബുക്കിൻ്റെ ഓപ്പണിങ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ വരും. ഓക്കെ, ഇക്കിഗായി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് പേജിനകത്തുണ്ട്, ഇലസ്ട്രേഷൻസ് പേജ്. അതുപോലെ ഇവിടെ ആ ഓതേഴ്സ് അവർക്ക് ഒരു ആസ് എ ഡെഡിക്കേഷൻ എഴുതുന്ന ഫാമിലി മെമ്പേഴ്സിനൊക്കെ എഴുതുന്ന ഒരു തരം കോട്ടിംഗ് ആണ്. എനിക്ക് ബുക്സിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഡീപ്പായിട്ട് അറിയില്ല, അതാണ് ഞാൻ. ഓക്കെ, അതുപോലെ ഒരു ജാപ്പനീസ് പ്രൊവർബാണ്. ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഓൺലി സ്റ്റേയിങ് ആക്റ്റീവ് വിൽ മേക്ക് യു വോണ്ട് ടു ലിവ് 100 years. ഇവിടെ തന്നെയുണ്ട്, ഏകദേശം ഒരു 3rd പേജിലായിട്ട് നമുക്ക് കാണാം. അല്ല, നിങ്ങളിപ്പോൾ വെറുതെ ഇരിക്കണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇഫ് യുവർ ഹാൻഡ്സ് ആർ നോട്ട് ഫ്രീ, ടേക്ക് എ മൊമെൻറ്റ് ടു ജസ്റ്റ് ക്ലിക്ക് ദറ്റ് ബെൽ ഐക്കൺ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ, പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തു, ഒരു സ്മൈലി എന്തെങ്കിലും. ഓക്കെ, നിങ്ങൾ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ചെയ്തെങ്കിൽ താങ്ക് യു സോ മച്ച്. ഞാൻ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസായിട്ട് വീണ്ടും വരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് തന്നാൽ മതി, ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോണ്ടൻറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ കോണ്ടൻറ്റ്സ് വരുന്നത് എത്രയാണ്? ഒരു 9 കോണ്ടൻറ്റ്സ് ആണ്. പക്ഷേ ഓരോന്നും നിങ്ങൾ അയ്യോ ഇത് ഇത്ര ഉള്ള വായിക്കാൻ ബോറടിച്ചിരിക്കുന്നവരൊക്കെയാണ് ഇത്ര ഉള്ളോ വായിക്കാൻ, അങ്ങനെ ഓർക്കണ്ട. നല്ല ഇതാണ്. ഒരു എക്സാമ്പിൾ കാണിച്ചത്, എക്സാമ്പിളല്ല, ഇതിലെ തന്നെ കോണ്ടൻറ്റ്സ് ആണ്. കണ്ടില്ലേ, നല്ല ഒരു ഇലസ്ട്രേഷൻസ്. ഈ ബുക്കിൻ്റെ കളറ് തന്നെ എനിക്ക് ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് തോന്നി ഞാൻ ആദ്യം ഇത് വാങ്ങിച്ചപ്പോൾ. പ്രോലോഗൊക്കെ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞു ഈ ബുക്ക് കുറച്ചും കൂടി ആദ്യം വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇതാണ് ആദ്യം വാങ്ങേണ്ടത്, അത് വേറെ കാര്യം. ഇക്കിഗായെ പറ്റിയിട്ട്, ഇക്കിഗായുടെ ആക്കണ്ടോ വേർഡിനെ പറ്റിയിട്ട് തന്നെ ഇവർ, നിങ്ങളൊന്ന് കേൾക്കണം. ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു വേർഡിനെ പറ്റി ഇവിടെ ഇതും ഈ 2 പേജും മൊത്തം ഇതൊക്കെ പറയുന്നുണ്ട് ഇക്കിഗായെ പറ്റി. അപ്പം അത്രയ്ക്കും ഒരു ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ട്. ഇനി ഈ ബുക്കിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഫുള്ളി ഞാൻ പറയുന്നില്ല, നമ്മൾ സിനിമ കാണുന്ന പോലെ തന്നെ ബുക്ക് വായിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. മെയിൻലി ഇപ്പം ആരെങ്കിലും ഈ ഒരു ബുക്ക് വാങ്ങിക്കണമെന്ന് ചിലപ്പോൾ ചിന്തിച്ചാലോ, അതുകൊണ്ട് ഞാൻ ഒത്തിരി സ്പോയിൽ ചെയ്യുന്നില്ല. പിന്നെ സ്പോയിൽ ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഇത് ശരിക്കും നിങ്ങളിത് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എല്ലാം നമുക്കൊന്ന് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, എനിക്ക് ഇത് വായിച്ചപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇത് എന്തിനെ പറ്റിയിട്ടാണെന്നൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഇനി എനിക്കിത് വായിച്ചപ്പോൾ എന്താണ് മനസ്സിലായതൊക്കെ ജസ്റ്റ് ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെഗ്മെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റേതായ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഈ ബുക്ക് ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും പറഞ്ഞ ഈ ഒരു കോട്ട് ലൈൻ പോലെ തന്നെ the people of Japan believe that everyone has an ikigai, a reason to jump out of bed each morning.
ഇത് തന്നെയാണ് എനിക്കും തോന്നിയത് ഈ ഒരു ബുക്ക് തുടങ്ങി കുറച്ചായപ്പോൾ. അതായത് ഈ ബുക്ക് വായിക്കാൻ വേണ്ടി എനിക്ക് പിന്നെ ഓരോ കാരണങ്ങളായി. അതായത് കിടക്കുമ്പോൾ ഈ ബുക്ക്, എണീറ്റ് കഴിഞ്ഞ് വായിക്കുമ്പോൾ ഈ ബുക്ക്, അങ്ങനെ ബോറടിക്കുമ്പോൾ ഈ ബുക്ക്. അപ്പം അത് എനിക്ക് നല്ലൊരു പോസിറ്റിവിറ്റി തോന്നി. ഈ ബുക്ക് വായിക്കുമ്പോഴാണെങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഓൺലി സ്റ്റേയിങ് ആക്റ്റീവ് വിൽ മേക്ക് യു വോണ്ട് 100 years. ജസ്റ്റ് ആസ് ദ ഹെഡ്ലൈൻ ഓഫ് ദിസ് ബുക്ക്. യാ. പിന്നെ ഇതിലൊരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഓതേഴ്സ് ആയിട്ടുള്ള ഹെക്ടർ ഗാർസിയ, അതുപോലെ ഫ്രാൻസിസ് മിറാലസ്, ഇവർ കുറച്ച് ഓതേഴ്സുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇവർ ജപ്പാൻ്റെ കുറച്ച് ലോക്കൽ സ്ട്രീറ്റ്സ് ഇവർ സ്ഥലത്ത് പോകുന്നു. ജപ്പാനൊന്നും കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്നില്ല, അത് ബാക്കി സെക്കൻഡ് പാർട്ടിലുണ്ടാവും. ഓക്കെ, നമ്മുടെ ഈ ബുക്ക്. അപ്പം പിന്നെ പറയുന്നത് ഒക്കിനാവ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടുത്തെ സെൻറ്റനേറിയൻസ്, അതായത് റെസിഡൻസിനെ വിളിക്കുന്ന പേരാണ്. കാരണം അവർ 100 വർഷം പ്രായം, അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന ആ ഒരു പ്രായം, ഏജ് അവർ കടന്നു. അപ്പോൾ അത് നമ്മുടെയൊക്കെ നാട്ടിൽ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും അപൂർവമാണ്. 100 വയസ്സ് കഴിയുമ്പോൾ അത്രയും ലോഞ്ചിവിറ്റി അവിടെ കൂടുതലാണ്. അതിന് കാരണം ഇവരിവിടെ പറയുന്നുണ്ട്. അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈല്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ത്രൂ ഔട്ട് ടു സ്റ്റേ ആക്റ്റീവ്, അല്ലെങ്കിൽ ഓരോ ദിവസം എങ്ങനെയാണ് അവർ കടന്നു പോകുന്നത്, അങ്ങനെ. ഇനി ഞാനിതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം പറയാം. ഒരു ബോണസ് ടിപ്പ് പോലെ ആയിട്ട് ഇവരുടെ ഈറ്റിംഗ് ലൈഫ് സ്റ്റൈല് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്. ദ 80% റൂൾ. മേ ബി ഇത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഞാനിതിങ്ങനെ പറയുന്നത്. അതായത് യൂഷ്വലി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണല്ലോ ഈ ഒബീസ് ആവുന്നതൊക്കെ, ഓവർ വെയ്റ്റ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പം കൂടുതൽ പേര് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാടുണ്ട് അങ്ങനത്തെ കേസസ്. ഈവൻ ഞാൻ പോലും, നമ്മളെല്ലാവരും ഈ ബേക്കറി ഐറ്റംസും ഇതൊക്കെ ഇങ്ങനെ ഒത്തിരി കൺസ്യൂം ചെയ്തുകൊണ്ട് ഒബീസ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഈ ജപ്പാനിലേക്ക് കമ്മിങ് ടു അവർ ബുക്ക് ഇക്കിഗായ്, ഇവരോട് പറയുന്ന അനുസരിച്ച് ഒക്കിനാവയിലെ സെൻറ്റനേറിയൻസ് ദേ ഫോളോ ദിസ് ഇൻട്രസ്റ്റിംഗ് പ്രിൻസിപ്പിൾ കോൾഡ് 80% റൂൾ. അതായത് ഒരു ചെറിയൊരു പാത്രത്തിൽ അവർ ഫുഡ് എടുക്കുന്നത് പോലും, ഫസ്റ്റ് ഓഫ് ഓൾ ഫുഡ് എടുക്കുന്നത് തന്നെ വളരെ കുറച്ച് റൈസ്, അതിന് കൂടെ ഒരുപാട് വെജിറ്റബിൾസ്. അതിപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെയാവാം ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാലും അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ പറയുവാണ്. വളരെ കുറച്ച് റൈസ്, ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യും, അതുപോലെ വെജിറ്റബിൾസ് കൂടുതൽ, ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവർ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ വെള്ളം, സ്റ്റേ ഹൈഡ്രേറ്റഡ്, അതൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ വി ഈറ്റ് അണ്ടിൽ വി ആർ ഫുൾ, അങ്ങനെയാണല്ലോ നമ്മുടെ പ്രിൻസിപ്പിൾ. അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമ്മൾ ഇഷ്ടമുള്ള ഫുഡാണ് പിന്നെ പറയണ്ട, അങ്ങനത്തെ ഒരു പ്രിൻസിപ്പിളാണ്. പക്ഷെ ഇവരിവിടെ പറയുന്നത്, ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അവരുടെ ഈ ഒരു കാര്യം ഞാനും എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി എന്ന് പറയുന്നത് തെറ്റില്ല. അതായത് നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ ട്രൈ ടു ടേക്ക് എ സ്മോൾ പ്ലേറ്റ്. ഇൻക്ലൂഡ് റൈസ്, വെജിറ്റബിൾ ആൻഡ് ഓൾ ദി അതർ ലെൻറ്റിൽസ്, ക്യാബേജ്, അങ്ങനെ പല കാര്യങ്ങൾ, സാലഡ്. എന്നിട്ട് നമുക്ക് ഫുള്ളാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നിർത്തണം എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഈ കാര്യത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിയെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെ കഥ പറയുന്ന പോലെ പോവായിരുന്നു, സോറി. അപ്പം ദാറ്റ് മീൻസ് നമ്മുടെ എനർജി, ഇതിൽ ഒരുപാട് സയൻറ്റിഫിക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ ബോഡിയിലെ ഒരുപാട് ഫാക്റ്റുകളുണ്ട് ഇതിൽ. 80% എന്തുകൊണ്ട് കഴിക്കണം, 80% എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട, നമുക്ക് ഒരു സർവൈവ് ചെയ്യാൻ വേണ്ട ഫുഡ്, അല്ലാണ്ട് ഒത്തിരി കുത്തിക്കീത്തി കഴിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഉദ്ദേശിച്ചവർ. അതുപോലെ നമുക്ക് എപ്പോൾ ഫുള്ളാവാൻ തുടങ്ങുന്നുണ്ടോ അപ്പം അവിടെ നിർത്തണം എന്നാണ് അവർ പറയുന്നത്. ഇക്കാര്യത്തിലേക്ക് വരാൻ ഒത്തിരി ലേറ്റായി. എനിക്കിങ്ങനെ കഥ പറയുന്ന പോലെ പോവായിരുന്നു. ഐ എം സോ സോറി. ഓക്കെ, ഇനി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഞാനിങ്ങനെ ഈ ഒരു ബുക്ക് മറിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ നിങ്ങളെ ഇത് റിവ്യൂ പറയാൻ വേണ്ടി പറയുന്ന സമയത്ത് പോലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ട്. ആൻഡ് ഇത് പെട്ടെന്ന് വേറൊരു ഹോണസ്റ്റ് ഫാക്ട് എന്ന് പറയുമ്പോൾ ഇതൊരു ക്വിക്ക് വീഡിയോ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ മേ ബി ഞാനിത് പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു, പക്ഷേ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഇത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് പബ്ലിഷ് ചെയ്യണം, പറ്റുന്ന അത്ര സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒന്ന് പബ്ലിഷ് ചെയ്യണം എന്നുണ്ട്. അപ്പം അങ്ങനെ. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഫൈൻ ഫ്ലോ ഇൻ എവറിത്തിങ് യു ഡു. അതായത് നമുക്കിപ്പോൾ ഒരു മെയിൻ സംഭവം
എളുപ്പമാണ് ഈ റീൽസ്, ഷോർട്സ്, ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല. അല്ലെങ്കിൽ സമയം മാത്രമല്ല, നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ ഇപ്പോൾ പഠിക്കുന്ന അക്കാഡമിക്സ് പോലും ഈവൻ എനിക്ക് പോലും നമുക്കത് ഉണ്ട്, ആ ഒരു പ്രശ്നമുണ്ട്. എങ്ങനെയാണ് ആ ഒരു ഫ്ലോ കിട്ടുന്ന പഠിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ ടൈമറൊക്കെ വെച്ചിട്ടായിരിക്കും. ഞാനും അങ്ങനെയാണ്. പക്ഷേ തീരെ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കൊക്കെ ഇത് ഒരു ടോപ്പിക്, ഈ ഒരു കോണ്ടൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വെരി യൂസ്ഫുൾ ആണ്. അപ്പം യാ, പിന്നെ ഇവർ പറയുന്ന ഒരുപാട് ഇങ്ങനെ നേറ്റീവ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി. ഞാൻ അപ്പം തന്നെ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കി. ഷിക്കുവാസ എന്ന് പറയുന്നൊരു ഫ്രൂട്ടുണ്ട് അവരുടെ ജപ്പാൻ നേറ്റീവിൽ. അപ്പോൾ അത് പറയുന്നത് ഇറ്റ് പ്രൊമോട്ട് ലോഞ്ചിവിറ്റി എന്ന് വെച്ചാൽ മാജിക്കൽ ഫ്രൂട്ടൊന്നും അല്ല, അതെന്തോ ഒരു ഗുണങ്ങളുണ്ട്, ആൻറ്റി ക്യാൻസർ അങ്ങനെയൊക്കെയോ ഉള്ളതാണ്. അപ്പം അങ്ങനെ. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൽ തന്നെ ഇവർ ഒരുപാട് ജാപ്പനീസ് കോൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഒത്തിരി ഒന്നും പറഞ്ഞില്ല, ഇപ്പം തന്നെ 16 മിനിറ്റ് ആയി ഞാനിങ്ങനെ സംസാരിച്ച്. അപ്പോൾ ഐ എം ഷുവർ ഞാൻ ഒത്തിരി പറഞ്ഞാൽ മേ ബി നിങ്ങൾക്കും അത് ചിലപ്പോൾ സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ടാവും. ഇത് ഐ നോ ഇറ്റ്സ് നോട്ട് ഫിലിം ടു ബി ദിസ് മച്ച് ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ ഇത്ര സ്പോയിലൊന്നും ആക്കണ്ട, അങ്ങനെ ഒന്നും പറയണ്ടെന്ന്. എന്നാലും യാ, എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് ഞാനും പറയാനുള്ളത്. നമ്മുടെ ലൈഫിലെ തന്നെ ഇക്കിഗായ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഐ എം സോറി. ഇക്കിഗായ് എന്ന് പറയുന്നത് ദ തിങ് ദാറ്റ് മേക്സ് യു ഗെറ്റ് അപ്പ് എവറി മോർണിംഗ് ഔട്ട് ഓഫ് ബെഡ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം, ഒരു എയിം കണ്ടെത്താൻ സഹിക്കുന്ന, അതാണ് ഇക്കിഗായ്. ബേസിക്കലി അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം, എയിം എന്താണ്, അതാണ് ഇക്കിഗായ്. നമ്മൾ പറയില്ലേ ജപ്പാനീസിലൊക്കെ ഒരു മെയിൻ, അവർ ചിലപ്പോൾ ഡെയിലി ലൈഫിൽ ചിലപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കായിരിക്കും ഇക്കിഗായ്. വാട്ട്സ് യുവർ ഇക്കിഗായ് എന്നൊക്കെ അവർ പറയും. അപ്പം ഒരു ജീവിതത്തിലെ എയിമൊക്കെ നമ്മളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ബുക്കാണ് ഇക്കിഗായ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാൻ പറ്റുന്നത്. സോ ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇപ്പോഴും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ കമൻറ്റും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. എന്നിട്ട് നിങ്ങൾക്ക് മെൻഷൻ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ആ ഒരു ബുക്ക് ലവർ ചങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഐ എം ഷുവർ യു വിൽ താങ്ക് ഓർ ദേ വിൽ താങ്ക് യു ലേറ്റർ. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം ഇവിടെയൊക്കെ നല്ല മഴയാണ്, അപ്പോൾ നിങ്ങൾ കമൻറ്റ്സ് പറയുക എങ്ങനെയുണ്ട് അവിടെയൊക്കെ മഴയുണ്ടോ എന്നൊക്കെ. അപ്പം എനിക്കറിയാം വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഒരു ബുക്ക് റിവ്യൂവിന് പറ്റിയത്, എന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റുകളൊക്കെ ആയിട്ട് എനിക്ക് വരണം എന്നുണ്ട്. പിന്നെ അതിനുള്ള ഒരു ഐഡിയാസ് കിട്ടുന്നില്ല, ഇപ്പോൾ ക്രാഫ്റ്റുകളൊക്കെ ആണെങ്കിലും അതിനുള്ള ഐഡിയാസും കിട്ടുന്നില്ല. പിന്നെ എനിക്ക് ട്രൈപോഡൊന്നുമില്ല, ഞാൻ തന്നെയാണ് പിടിച്ചെടുക്കുന്നത്. സോ ക്ലിയർ ആകുമോ, അങ്ങനെയൊക്കെ ഓരോ ഡൗട്ട്സൊക്കെയാണ്. അപ്പോൾ ഞാൻ മാക്സിമം നോക്കാം. എനിക്കറിയില്ല, മേ ബി പറ്റില്ലായിരിക്കും. ഞാൻ കുറേ ആയി ചിന്തിക്കുന്ന ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് സീരീസൊക്കെ ചെയ്യണം, സീരീസ് ആയിട്ടല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പം ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടം വരെ നിങ്ങൾ കണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ലെറ്റ്സ് സീ യു ടിൽ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.